കേരളത്തിലെ പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രമായ ഗുരുവായൂർ ക്ഷേത്രമായും അമ്പലപ്പുഴയ്ക്ക് വലിയ ബന്ധമുണ്ട്. ടിപ്പു സുൽത്താൻ ഗുരുവായൂർ ആക്രമിക്കുമോ എന്ന് സംശയം തോന്നിയ സമയം ഗുരുവായൂർ ക്ഷേത്രം ഊരാളനായിരുന്ന മല്ലിശ്ശേരി നമ്പൂതിരിയും തന്ത്രിയും ശാന്തിക്കാരും കഴുകക്കാരും കൂടി ഗുരുവായൂരപ്പന്റെ വിഗ്രഹം അമ്പലപ്പുഴയിലേക്ക് കൊണ്ടുവന്നു. പഴയ ചെമ്പകശ്ശേരി രാജകൊട്ടാരമായിരുന്ന അമ്പലപ്പുഴ തെക്കേമഠത്തിൽ പ്രത്യേക ശ്രീകോവിലിലും തിടപ്പള്ളിയിലും കിണറും പണി കഴിപ്പിച്ച് ഗുരുവായൂരപ്പനെ അവിടെ കുടിയിരുത്തി. ഇന്നും അമ്പലപ്പുഴയിൽ ആ ശ്രീകോവിലും തിടപ്പള്ളിയും കിണറും എല്ലാം ഉണ്ട്. അവിടെ വിളക്ക് വെപ്പുമുണ്ട്. എന്നാൽ സമീപത്തെ ക്ഷേത്രങ്ങൾ പലതും തകർത്തിട്ടും ടിപ്പുവിന് ഗുരുവായൂർ ക്ഷേത്രം മാത്രം തകർക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് ഗുരുവായൂരിലേക്ക് വിഗ്രഹം മടക്കി കൊണ്ടുപോയി. ഇന്നും അമ്പലപ്പുഴയിൽ പാൽപായസം എഴുന്നള്ളിക്കുമ്പോൾ വടക്കേ നടയിൽ ഒരു ശ്രീകൃഷ്ണ പരുന്ത് വട്ടമിട്ട് പറക്കുന്നത് കാണാം. അത് സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ സാന്നിധ്യമായി ഭക്തർ വിശ്വസിച്ചു വരുന്നു. തന്മൂലം ഗുരുവായൂരിൽ ഉച്ചപൂജ കഴിഞ്ഞ് ഉടനെ നടയടയ്ക്കും. നിത്യശീവേലിയുള്ള എല്ലാ ക്ഷേത്രങ്ങളെയും സാധാരണയായി ഉച്ചപൂജ കഴിഞ്ഞ് ഉടനെ നടക്കുന്ന ഉച്ചശീവേലി ഗുരുവായൂരിൽ മാത്രം വൈകിട്ട് നട തുറന്ന ശേഷമാണ് നടക്കുന്നത്.